അക്കുച്ചേട്ടാ. അക്കുച്ചേട്ടാ, എനിക്ക് ജോലിയുണ്ട്. അലക്കലൊക്കെ പിന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറ. എന്താ ചോദ്യം? നീ ഇവിടെ ഇരിക്കി ഇരിക്കി. ശ്രേയെ പറ്റി മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം. പിടിവാശി 3 രീതിയിലാണ്. ഞാൻ പിടിച്ച മുയലിന് 3 ചെവിയെന്ന് പറയുന്ന ഒരു രീതി. മറ്റൊരു രീതി, ഞാൻ പിടിച്ച മുയലിന് ചെവിയേ ഇല്ലെന്നായിരിക്കും. അടുത്തത്, ഞാൻ പിടിച്ചത് മുയലേ അല്ലെന്നായിരിക്കും. ഇതില് 3ാമത്തെ രീതിയിലുള്ളവളാ ശ്രേയ. താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ശടിച്ച് മറ്റുള്ളവരെ കൊണ്ട് സമ്മതിപ്പിക്കും. അതുകൊണ്ട് അമ്മ പറഞ്ഞിട്ട് ഒരിക്കലും അവൾ എന്നെ പുറത്തിറക്കാൻ തയ്യാറാവില്ല. ശരിക്കും നീയല്ലേ എന്നെ പുറത്തിറക്കാനുള്ള തീരുമാനം ശ്രേയെ കൊണ്ടെടുപ്പിച്ചത്? അങ്ങനെയൊന്നും അല്ല. ഞാൻ വിശ്വസിക്കില്ല. അക്കുച്ചേട്ടൻ വിശ്വസിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? സത്യം പറ. ഞാൻ പറഞ്ഞ സത്യ അല്ല. എന്താ അക്കുച്ചേട്ടാ ഇത്? നീ പറയുന്നുണ്ടോ ഇല്ലയോ? എന്നെ വിടാനുള്ള ഭാവം ഇല്ല അല്ലേ? ശരി, ഞാൻ പറയാം. ശരിക്കും ഒറിജിനൽ ഫോട്ടോസ് അവൾ യൂസ് ചെയ്തിട്ടില്ല. AI ക്രിയേഷൻ ആയിരുന്നു. ഇത്രയും അതിബുദ്ധി കാണിച്ചവള് മോതിരത്തിന്റെ കാര്യം മറന്നുപോയി. ആ മോതിരം അവളെ വീഴ്ത്തിയത്. എനിക്ക് ശ്രേയ ചെയ്തതിൽ അത്ഭുതം തോന്നുന്നില്ല. പക്ഷെ നീ ചെയ്തൊരു മിറാക്കിളിനെ സേതുരാമയ്യർ CBI പോലെ കേസ് തെളിയിച്ചെന്നെ പുറത്തു കൊണ്ടുവന്നു. എങ്ങനെയാ നിനക്ക് ഈ ചിന്തയൊക്കെ വന്നത്? ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരാപത്ത് വന്നാൽ ജീവൻ രക്ഷിക്കാൻ ഞാനെന്നല്ല, ആരായാലും സേതുരാമയ്യറായിപ്പോ. നൊന്തോ? പോട്ടെ. നിന്റെ വ്രതം മുറിക്കണ്ടേ? ഞാൻ മാത്രമായിരുന്നില്ലല്ലോ, അക്കുച്ചേട്ടന വ്രതത്തിലായിരുന്നില്ലേ? എന്നാ നമുക്ക് ഒരുമിച്ച് വ്രതം മുറിക്കാം. ഞാൻ നിനക്ക് നിന്റെ ഫേവറേറ്റ് ഡിഷ് ഉണ്ടാക്കി തരാം. എന്ത്? പനീർ ബട്ടർ മസാല. പനീർ ബട്ടറോ? അതെ, നടക്ക്. വാ. ഓ കൗതി, നീ കൈകെട്ടി എല്ലാം നോക്കി ഇന്നാ മതി. 1/2 മണിക്കൂറിൽ പനീർ ബട്ടർ റെഡി. ഓക്കേ ഓക്കേ ഷെഫ് മിസ്റ്റർ ആകാശ്. ഓക്കേ ഓക്കേ. ഞാൻ